നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്രുതി, ഡയഗ്രാമം കണ്ണൂർ ബ്രാഞ്ചിലെ ഫിസിഷ്യനാണ്. ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം പ്രമേഹവും ലൈംഗികതയും എന്നുള്ളതാണ്. പ്രമേഹവും ലൈംഗികതയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള പൊതുവായ സംശയത്തിനുള്ള ഉത്തരമാണ് ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. പ്രമേഹം എന്നുള്ളത് മഹാരോഗമായിട്ടാണ് ആയുർവേദം കണക്കാക്കുന്നത്. പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ സർവ ശരീരഭാഗങ്ങളിലും പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ സപ്തധാതുക്കളിൽ വരുന്ന ശുക്രധാതുവിലും ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ലൈംഗികതയെ സാരമായിട്ട് ബാധിക്കുന്നത്. ആയുർവേദത്തിൽ ആയുർവേദത്തിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ദോഷങ്ങളെയും ധാതുക്കളെയും വെച്ചുള്ളതാണ് ആയുർവേദം പൊതുവായിട്ട് പറയുന്നത്. എല്ലാ രോഗങ്ങളെയും ഈ ദോഷധാതുക്കളുടെ വിവേചനത്തിലൂടെയാണ് നമ്മൾ നിർണയിക്കുന്നത്. അപ്പോൾ സപ്തധാതുക്കൾ എന്ന് പറയുന്നത് രസ, രക്ത, മാംസ, മേധ, അസ്ഥി, മജ്ജ, ശുക്ര എന്നുള്ളതാണ്. ഇതിൽ ഏഴാമത് വരുന്നതാണ് ശുക്രധാതു. ഈ ശുക്രധാതുവിന് ഉണ്ടാകുന്ന പുഷ്ടിക്കുറവ് അല്ലെങ്കിൽ ക്ഷയം, ശോഷം ഇതൊക്കെ ലൈംഗികതയുമായിട്ട് ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആഹാരം രസധാതുവായിട്ട് പിന്നീട് രക്തധാതുവായിട്ട് അങ്ങനെ ഉത്തരോത്തരം ഉപാപചയം നടന്നാണ് ലാസ്റ്റ് ധാതുവായ ശുക്രധാതുവിനുള്ള പുഷ്ടി നടക്കുന്നത്. അപ്പോൾ ഇവയിൽ ഏതെങ്കിലും ഒന്നിന് ശോഷണം സംഭവിക്കുക, അതുവഴി അതിന് അടുത്ത ധാതുവിന് ഉള്ള പോഷണം നടക്കാതെ വരുന്നു. പ്രമേഹത്തിലാണെങ്കിൽ മേധോധാതുവിന് ക്ഷയം സംഭവിക്കുകയും അത് ശരീരത്തിലൂടെ മൂത്രത്തിലൂടെയും വിയർപ്പിലൂടെയും ക്രമാതീതമായി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ മേധോധാതുവിനുണ്ടാകുന്ന ശോഷണം മൂലം ശരീരത്തിന് പൊതുവെ ഒരു ബലക്കുറവ്, ക്ഷീണം, ദാഹം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണപ്പെടുന്നു. ഇത് പിന്നീട് വരുന്ന മേധസ്സിന് ശേഷം വരുന്ന ധാതുക്കളിൽ പോഷണക്കുറവിന് കാരണമാകുന്നു. ഇത് ഒരു തരത്തിൽ ലൈംഗികതയെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൂടാതെ പ്രമേഹ രോഗികളിൽ അടിക്കടി ഉണ്ടാകുന്ന അണുബാധകളും മറ്റ് വിയർപ്പ്, ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മൂത്രശങ്ക ഇതൊക്കെ ലൈംഗികതയെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇതിൽ ആയുർവേദ ചികിത്സയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് രണ്ടാം ഘട്ടം. ആയുർവേദ ചികിത്സ പ്രമേഹത്തിന് പറയുന്ന എല്ലാ മരുന്നുകളും രസായനവും വാജീകരണവുമായിട്ടുള്ള മരുന്നുകളാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രമേഹത്തിനുള്ള ചികിത്സ, പ്രമേഹത്തെ നിയന്ത്രിക്കാനുള്ള ചികിത്സ നല്ല രീതിയിൽ നടക്കുന്നതോടുകൂടി ഇത്തരം ഉള്ള പാർശ്വലക്ഷണങ്ങൾ എല്ലാം തന്നെ പൂർണ്ണമായിട്ടും ദൂരീകരിക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൂടാതെ പ്രമേഹ രോഗിയുടെ കൃത്യമായി എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിലൂടെ അവർക്ക് ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് പറയുന്നതിലൂടെ അവരുടെ മനോധൈര്യം കൂട്ടാനും ആത്മവിശ്വാസം കൂട്ടാനും അതുവഴിയും കുറേയൊക്കെ ലൈംഗിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ആയുർവേദത്തിൽ സാധിക്കും.